ഹായ് ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് ഞാൻ ഒരു 3 മാസം മുമ്പ് ലാവോസ് എന്ന് പറയുന്ന ഒരു രാജ്യം സന്ദർശിച്ചിരുന്നു. ലാവോസ് നിങ്ങൾക്കെല്ലാം അറിയാം, ഈ വിയറ്റ്നാമിൻ്റെയും കംബോഡിയൻ്റെയും നടുക്കുള്ള രാജ്യമാണ്. ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയും. ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്ന കാരണം 4 ഭാഗം ലാൻഡ് കൊണ്ട് ലോക്കാണ്. കടലില്ലാത്ത രാജ്യത്തിനാണ് ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മളെ കേരളന്മാരുള്ള സ്ഥലം തന്നെയാണ് ലാവോസ്. അങ്ങനെ ഞങ്ങൾ ലാവോസിലെത്തി. അന്ന് 1-2 ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം നമുക്ക് അത്ര ഇഷ്ടമായില്ല. അങ്ങനെ വൈകിട്ട് 5 മണിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നമ്മളെന്ന് പറയുന്നത് ഞാനും വൈഫുമാണ്, പുറത്തിറങ്ങി ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആ ഹോട്ടലുള്ളത്. അങ്ങനെ നമ്മൾ ഊബർ വിളിച്ചു. ഊബർ ഒരു 3 മിനിറ്റ് കൊണ്ടെത്തി. ഊബറിൽ റെസ്റ്റോറൻറ്റിലേക്ക് യാത്രയായി. ഊബറിൻ്റെ ഡ്രൈവർ നല്ല ഹെൽത്തി ആയിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ ഫണ്ണി ആയിരുന്നു. ഈ 3 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ ആ ഡ്രൈവർ ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ടായി മാറി എൻ്റെ. അങ്ങനെ ഹോട്ടലിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ചായ കുടിക്കാൻ വന്നതാണ്, ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, നിങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വണ്ടി എടുത്ത് പോയി. ഞങ്ങൾ ചായ കുടിച്ച് ഒരു മലയാളിയുടെ ഹോട്ടലാണ് എത്തിയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊറാട്ട പോലത്തെ വിഭവം അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് വൈകുന്നേരത്തെ ചായയൊക്കെ കഴിച്ച് ഈ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ഈ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റുള്ളിൽ തിരിച്ചെത്തി. തിരിച്ച് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, നാളെ എനിക്ക് ലാവോസിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്കെല്ലാം പോകണം, നിനക്ക് വരാൻ പറ്റുമെന്ന് വെച്ച്. ആൾ വളരെ ഹാപ്പിയാണ്. ആൾ പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എത്ര പൈസ വെച്ച് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അവനൊരു ന്യായമായ പൈസ പറഞ്ഞു. ഞാൻ അത് എഗ്രി ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. പിറ്റേന്ന് കാലത്ത് കറക്റ്റ് 7:45 അവൻ താഴത്ത് പാർക്കിംഗ് കണ്ട് ഞാൻ താഴത്ത് വന്ന് അവൻ്റെ വണ്ടിയിൽ യാത്രയായി. ആദ്യം തന്നെ ഒരു മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ ഇറങ്ങുമ്പോൾ എൻ്റെയും സാജിൻ്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ മൊബൈൽ കൊടുത്തു. പക്ഷേ മൊബൈൽ അവന് ഫോട്ടോ എടുക്കാൻ അത്ര കഴിവില്ല. അതുകൊണ്ട് തന്നെ സാജി അവനോട് പറയുന്നത്, നീ അവിടെയല്ല നിൽക്കേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ കറക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് പിന്നെയും ഫോട്ടോ എടുത്ത് വന്നാൽ പിന്നെയും പറയുമോ, നീ ഇനിയും കുറേ ഒരു 3 മിനിറ്റ് പിന്നോട്ട് എടുക്കുക, ഇങ്ങനെ എടുക്കുക, അങ്ങനെ എടുക്കുന്നു പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരു ആൻസറിനുള്ള ഗൈഡിൻ്റെ മാതിരി പറയുന്നത്, ഓക്കെ ഐ വിൽ ഡു ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ചെയ്തു. അങ്ങനെ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ പ്രശ്നം ഫോട്ടോത്തിൽ നമ്മൾ സംതൃപ്തരല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയും. പക്ഷേ അവൻ മാക്സിമം ശ്രമിച്ചെടുത്താണ്. അങ്ങനെ തിരിച്ച് 2 മണിക്ക് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. അപ്പം ഞാൻ പറഞ്ഞു, നാളെ രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ നീ വരുമോ? അന്നേരം പറഞ്ഞു, നാളെ എനിക്ക് ഡ്യൂട്ടിയാണ്, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എയർപോർട്ടിൽ എന്തോ ചെറിയതായിട്ടുള്ളൊരു വർക്കായിരിക്കും എന്ന് കരുതി. അങ്ങനെ പിറ്റേന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞാൻ 8:30 തന്നെ 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ മറ്റേ എയർപോർട്ടൊന്നും ഇല്ലാത്ത കനത്ത സെക്യൂരിറ്റി ചെക്കിങ്. ഒരു 5-10 പോലീസ് ഓഫീസേഴ്സ് അവരുടെ അടുക്ക് പിസ്റ്റളുമായിട്ട് ഒരു വലിയ അതിൻ്റെ ഹെഡാണെന്ന് മനസ്സിലായി. ആ ഹെഡിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തലേദിവസം വന്ന ഊബറിൻ്റെ ഡ്രൈവറാണത്. അങ്ങനെ അവൻ നമ്മളെയും കണ്ടിന്. ഒരു 10-60 ആൾ ലൈനിൽ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ അവൻ നമ്മളെ വിളിച്ച് സായിനോട് പറഞ്ഞ്, യു സ്റ്റാൻഡ് ചെയ്യുന്നു, അവിടെ സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ മേലെ ചെക്ക് ചെയ്യേണ്ടത്, യു സ്റ്റാൻഡ് ചെയ്യുന്നു പറഞ്ഞു. തലേ ദിവസം പലപ്പോഴും സാജി അവനോട് പറഞ്ഞൊരു വേർഡായിരുന്നു, യു സ്റ്റാൻഡ് ചെയ്യുക, യു സ്റ്റാൻഡ് ചെയ്യുന്നു. ആ വേർഡ് തിരിച്ചു പറഞ്ഞു. പക്ഷെ അവൻ ഫ്രണ്ട്ലി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യു സ്റ്റാൻഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അന്യം ചെക്ക് ചെയ്ത് അവൻ നമ്മളോട് കുറച്ച് ഫ്ലൈറ്റിലേക്ക് പോകുന്ന വഴി വരെ നമ്മളോട് വന്നു. അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞ്. ഒരു ടാക്സി ഡ്രൈവറായപ്പോൾ അവന് ശരിയായ ടാക്സി ഡ്രൈവറായിട്ട് തന്നെയാണ് ഞങ്ങളോട് പെരുമാറിയത്. അവനൊരിക്കലും ഇത്രയും ഉയർന്നൊരു ഓഫീസറാണെന്നുള്ളൊരു കാണിച്ചിട്ടില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. ഡൗൺ ടു ഹെർത്തായിരുന്നു. അപ്പോൾ ആ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ജോലി ചെയ്യാൻ വേറെ തടസ്സമില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരാൾ ചെയ്യില്ലല്ലോ. എന്തായാലും വളരെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. എന്നും ലാവോസിൽ പോകുമ്പോൾ അവനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നമ്പറൊക്കെ എനിക്ക് തന്നിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.